അപ്പോൾ ഗർഭിണികളോട് അരിഷ്ടവും കഷായവും ഒന്നും കഴിക്കരുത് എന്ന് പല ഗൈനക്കോളജിസ്റ്റുകളും പറഞ്ഞത് എനിക്കറിയാം. കാരണം ഇപ്പോൾ ചോദിച്ചോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുട്ടി കറുത്തു പോകുന്നു. ലേഹ്യം, അരിഷ്ടം, കഷായം ഇതൊക്കെ കറുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് മറുപടി പറയാറുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നല്ല പൊന്നിയരി, നല്ല വെളുത്ത പൊന്നിയരി കുറച്ച് പാലും ചേർത്ത് വേവിച്ചിട്ട് അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. 3 നേരം അത് തന്നെ കഴിക്കുക. എന്നാൽ കുട്ടി പേപ്പർ പോലെ വെളുത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അതല്ലാതെ ഇതിന് മറുപടി പറയാനില്ല. അതാണ്. അപ്പം അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പൈതൃക സംസ്കാരമാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ തന്നെ അങ്ങ് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഇത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മളിനിപ്പോൾ എത്ര മോഡേൺ മെഡിസിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ ഒരു പൈതൃക സംസ്കാരത്തിനെ നമ്മൾ നശിപ്പിക്കുന്നത് എന്തായാലും അതൊരു ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല. പറയാറില്ലേ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയാറില്ലേ? പക്ഷെ നമ്മുടെ ഈ രാഷ്ട്രം മാത്രം, ഞാൻ ലോകത്ത് വേറൊരു രാഷ്ട്രത്തിനും അങ്ങനെ കണ്ടിട്ടില്ല. സ്വന്തം ചികിത്സാ രീതികളുള്ള ജപ്പാനിലോ ചൈനയിലൊക്കെ അവരുടേതായ ട്രഡീഷണൽ ചികിത്സാ രീതികൾ അതിന് നമ്പർ 1 ആണ്. മറ്റുള്ളത് 2ാമത്തേതാണ്. നമ്മളെ ഈ ഇന്ത്യയിൽ മാത്രം ഭാരതീയ ചികിത്സാ രീതി എന്നുള്ള വകുപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഇത് ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിലാണ് നമ്മളെ തന്നെ ഗണിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ശാപമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്.